ഓൾ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ. അത് ചിലപ്പോൾ കഴിഞ്ഞിട്ടാവും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ ഇന്ന് തിരുവോണമാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് എനിക്ക് തിരുവോണം വരുന്നത്. അപ്പോൾ അവിടേക്ക് പോകാനാണ് ഈ ഒരുങ്ങി കിട്ടി സുന്ദരി ആയിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് നമ്മളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചിട്ടാണല്ലോ നമ്മുടെ അമ്മയുടെ വീട്ടിൽ നമ്മൾ വിരുന്നൊക്കെ പോവാം. അപ്പോൾ ആ സദ്യ അടുപ്പങ്ങൾ കണ്ട ചെറിയൊരു സദ്യ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മോരുകറിയും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അവിയലൊക്കെ വെച്ച് ഞങ്ങളൊരു സദ്യ ഉണ്ടാക്കി വിച്ചുവിനും കൊടുത്ത് വിച്ചും അത് കഴിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ ഞങ്ങളുടെ തിരുവോണം എന്ന് പറയുന്നത് അവിടെയായിരിക്കും. സോ നമ്മൾ ഇന്ന് തൃക്കാക്കരപ്പനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ തൃക്കാക്കരപ്പനൊക്കെ ഇവിടെ വെക്കണത്. സോ അതൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി നമ്മൾ എങ്ങോട്ട് പോവാണ്? അമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. പോകുമ്പോൾ ഞാനൊന്ന് അണിഞ്ഞൊരുങ്ങി സുന്ദരി ആയിട്ടാണ് പോകണം. കാരണം അവിടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടാവും. അത് എല്ലാ കൊല്ലവും നമ്മളെ ഫാമിലിയുടെ ഒരു ഫോട്ടോഷൂട്ട് പതിവാണ്. കൊല്ലം മെമ്പേഴ്സ് കൂടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ ഞങ്ങൾ റെഡിയാക്കി വിച്ചുവിനെ സെറ്റാക്കിയത് വിച്ചുവിൻ്റെ അച്ഛമ്മ എടുത്ത് കൊടുത്ത ഡ്രസ്സാണ്. ആ കോടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് പോകും. ഞാൻ വിശേഷങ്ങൾ കാണാം. അപ്പൊ ഗൈസ് ഞങ്ങള് റെഡി ആയി. ഇപ്പൊ ഞങ്ങൾ എവിടേക്ക് പോവാണ്? അമ്മമ്മേന്റെ വീട്ടിലേക്ക് പോവാണ്. ചേച്ചിയും അമ്മയും ചേച്ചിയുടെ കൂടെയാണ് വരണേ. അപ്പൊ ചേച്ചി അമ്മയും റെഡി ആയിട്ടുണ്ട്. പിന്നെ കൂടിയൊക്കെ ഞാൻ വൃത്തിക്ക് തൊട്ട് കൊടുത്തതാണ്. പക്ഷെ ആളാകെ വികൃതിയുടെ കാണും. ഡ്രസ്സൊക്കെ നനച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ കാണാൻ വലിയ രസമൊന്നുമില്ല. പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഒന്നാമത് മുടി കുളിച്ചോണ്ട് ഉണങ്ങിയിട്ടുമില്ല. ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ടും ഉണങ്ങിയിട്ടില്ല. യൂട്യൂബിൽ ഇയാളില്ല അത്രേ, നമുക്ക് ഇയാളെ ആഡ് ചെയ്യാം അല്ലേ? സോ ഗൈസ്, ഇന്ന് നമ്മുടെ കുറച്ചും കൂടെ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമ്മുടെ വിന്നറെ പ്രഖ്യാപിക്കും, നമ്മുടെ ഗിവ് അവേയുടെ. ഓക്കെ, സോ ഇനി അമ്മമ്മേടെ വീട്ടിൽ പോയിട്ട് കാണാം. ഹായ് പറ. എല്ലാ കൊല്ലം ഇത് പതിവാണ്. തിരുവോണത്തിന് ഞങ്ങൾ അമ്മമ്മയുടെ വീട്ടിലാണ് കൂടാറ്. ഇപ്പം മാമൻ്റെ വീട്ടിലാണ് പോയതെന്ന് വ്യത്യാസം. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്കും ചേച്ചി എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളാണ് ആദ്യം എത്തിയിട്ടുണ്ടായത്. നമ്മളെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ നാളെ അവിടുത്തെ പൂക്കളം ഇന്നത്തെ നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയിട്ടോ, കിടന്നോണ്ട് എത്തി. ചേച്ചി എത്തിയിട്ടില്ല, നമ്മൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇതാണ് എൻ്റെ ഡ്രസ്സ് എടുത്തത്. വൃത്തിയായിട്ടില്ല ഉടുത്തത്, അതിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, ചേച്ചി വന്നിട്ട് ചേച്ചി ഇതും വന്നിട്ട് കാണിച്ചു തരാം. സദ്യക്ക് റെഡിയാക്കി. അപ്പോൾ ഞാൻ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അണിഞ്ഞൊരുങ്ങി ആ ഒരു ട്രഡീഷണൽ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോഷൂട്ട് നമ്മൾ തുടർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ കൊല്ലം ഈ പറഞ്ഞൊരു ഫാമിലി ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ ഫാമിലി പിക്ക് അത് മാൻഡറ്ററി ആണ്. എല്ലാ കൊല്ലം നമ്മൾ എടുക്കാറുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ ഇയർ ബൈ ഇയർ ഓരോ ആളുകളുടെ അംഗസംഖ്യ കൂടി വരുന്നുണ്ടെന്ന് മാത്രം. പക്ഷെ ഇതിലിപ്പോൾ ഒരാളുടെ കുറവുണ്ട്. എൻ്റെ മാമൻ്റെ മോനോ ഗൾഫിലായതുകൊണ്ട് തന്നെ ഒന്നും ഓണത്തിന് കൂടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ഒരു ഭാഗത്ത് റെഡിയായി വരുമ്പോ വിച്ചു ഉണ്ടായിരുന്നു. പെരും മണ്ടായിരുന്നു. അങ്ങനെ വിച്ചുവിനെ എല്ലാരും റെഡിയാക്കി ലാസ്റ്റ് ഓൺ ഇരുത്താൻ ഫ്രെയിം ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ട് ആ ഒരു ഫോട്ടോഷൂട്ടിന്റെ പരിപാടിയിലാണ്. ഇതാണ് എൻ്റെ കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്ന പോലെ ഇതിൽ ഓരോരുത്തർക്കും ഈ കുടുംബം ഇതുപോലെ നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ വലിയൊരു പങ്കുണ്ട്. ഇപ്പൊ മാമയാണെങ്കിലും ഞങ്ങളെ മാമയുടെ സ്വന്തം മക്കളെ പോലെയാണ് കരുതിയിട്ടുള്ളത്. അമ്മമ്മയാണെങ്കിലും അമ്മായി ആണെങ്കിലും ഈവൻ പല ഫാമിലിയും പറഞ്ഞിട്ടുണ്ട് അമ്മായിമാരാണ് പ്രശ്നക്കാരെന്നുള്ള. പക്ഷെ ഞങ്ങളെ ഫാമിലിയിൽ ഞങ്ങളുടെ അമ്മായി അത്ര ജമ്മാണ്. കാരണം നമ്മൾ അത്രയും ആ ഒരു ഫാമിലി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൽ യാതൊരു തരത്തിലുള്ള ഈഗോയോ അല്ലെങ്കിൽ അവിടെ ഒരു രീതിക്കുള്ള പ്രശ്നങ്ങളോ ഒന്നും ആ ഒരു സംഭവത്തെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്തു പോകുന്ന ഒരാളാണ്. ഓരോ മെമ്പേഴ്സും മാമന്റെ മക്കളാണെങ്കിലും എന്റെ ഹസ്ബൻഡ് ആണെങ്കിലും ചേച്ചിയുടെ ഹസ്ബൻഡ് ആണെങ്കിലും ഓരോരുത്തർക്കും ഈ ഒരു ഫാമിലി നല്ല റോളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് വരെ ഈ ഒരു നിമിഷം വരെ വലിയ ചില്ലറ കച്ചറകളൊന്നും ഇല്ലാണ്ട് ഈ ഒരു ഒത്തൊരുമയോട് പോകുന്നുണ്ട്. അത് ലൈഫ് ലോങ് ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ഈ ഒരു ഫാമിലി ഇങ്ങനത്തെ ഒരു കുടുംബം അത് ഏറ്റവും വലിയ ലെക്കായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. സോ നമ്മുടെ ഫാമിലി ഫോട്ടോ സെറ്റായി. സദ്യക്ക് റെഡിയായോ? എന്തൊക്കെ ഉണ്ടാക്കി? ഇത് മാത്രം എടുത്തോളൂ. പൈനാപ്പിൾ കറി, മസാലക്കറി ഉണ്ടോ? മസാലക്കറി പിന്നെ സാമ്പാർ, ചോറ്, പുളിയഞ്ചി, നാരങ്ങ. അങ്ങനെ പിന്നെ നമ്മൾ സദ്യ കഴിക്കാനിരുന്നു. അമ്മായി പറഞ്ഞതുപോലെ ഒരുവിധം എല്ലാ വിഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ മാമന്റെ മോന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു, ഉണ്ണിയുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരാണ് ആദ്യം ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ 8 ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പൊ വേറൊരു കോലത്തേക്ക് മാറിയ കാരണം ചൂട് സഹിക്കാൻ വയ്യ. മുടിയൊക്കെ കെട്ടി അത് അമ്മച്ചി ലുക്കിലേക്ക് മാറി. ഓക്കെ, അപ്പൊ ഇതും എൻ്റെ ഒരു പുതിയ ഡ്രസ്സാണ്. ഒറ്റവട്ടെ 4 പോകുമ്പോഴേ ഇട്ടിട്ടുള്ളൂ. ഇനി ഉണ്ണിയുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്.
ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കും. അപ്പൊ ശരി, ഇവിടെ അച്ഛനും മോനും എന്നെ പരിപാടിയില്ല. അപ്പൂപ്പനും കണ്ടി കിടക്കുക രണ്ടാളും. ഹായ് ചോദിച്ചു. ഇന്ന് എന്താന്നറിയില്ല, ബിച്ചു ഭയങ്കര അലമ്പാ. വന്നപ്പോ മുതലേക്ക് കുറുമ്പും വാശിയാണ്. അങ്ങനെ അവരുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓൾറെഡി സദ്യ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അമ്മയുടെ ഓരോ വിഭവങ്ങളും അടിപൊളിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നല്ലോണം വയർ നിറച്ചിട്ട് ചോറും പായസവും ഉപ്പേരിയും അതുപോലെ തന്നെ പൈനാപ്പിൾ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം കൂട്ടി ഒരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു. വയർ നിറയുന്നത് വരെ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. പണ്ടൊക്കെ ഓണം എന്ന് പറയുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇപ്പം എന്തോ ഓണം എന്ന് പറയുമ്പോൾ അത്ര രസം തോന്നാറില്ല. പണ്ട് ഡ്രസ്സ് ഓണക്കൂടി വിരുന്ന് പോകില്ല, അങ്ങനെ ഒരു വൈബ് തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ വലിയ വൈബായിട്ട് തോന്നില്ല. സാധാരണ ദിവസം പക്ഷെ വയർ നിറച്ച് വ്യത്യാസം മാത്രമേ തോന്നാറുള്ളൂ. നമ്മള് ആ ഗിവ് അവേ വിന്നറെ സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു ചീഫ് ഗസ്റ്റ് ഉണ്ടല്ലോ, ആ ഗസ്റ്റിനെ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ആ ചീഫ് ഗസ്റ്റ്. ഓക്കെ, ചീഫ് ഗസ്റ്റ് പരിചയപ്പെടുത്തി. ഞാൻ ഐശ്വര്യയുടെ അമ്മയാണ്. അമ്മേ, ഐശ്വര്യയുടെ അമ്മമ്മ നട്ടുവോ? പേര് പറയും. രാധമ്മ. ആയിക്കോട്ടെ. അപ്പൊ അമ്മമ്മയാണ് ഗിവ് അവേ വിന്നറെ സെലക്ട് ചെയ്യാൻ വിളിക്കുമോ? ഓക്കെ, സോ കമന്റ് പിക്കർ വഴിയാണ് നമ്മൾ ആളെ ചൂസ് ചെയ്യണത്. സോ ഞാൻ ഓൾറെഡി ആ വീഡിയോ കോപ്പി ചെയ്തിട്ടുണ്ട്. അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാണ്. പിക്ക് റാൻഡം യൂട്യൂബ് കമന്റ്. ഓക്കെ, അമ്മ ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്യും. ഈ ബ്ലൂവില് ഇവിടെ ടച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ടച്ച് ചെയ്തു. ഓക്കെ, ടച്ച് ചെയ്തു. നോട്ട് നൗ കൊടുത്തു. ഇതാ മൊയ്തീൻ കരിമ്പെങ്കലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. മൊയ്തീൻ കരിമ്പെങ്കൽ ആരാന്ന് എനിക്ക് അറിയില്ല. ആരാണെങ്കിലും ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിൻ്റെ അടിയിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ മെയിൽ ഐ ഡി മെൻഷൻ ചെയ്യാം. അതിലേതെങ്കിലും ഒന്നിൽ കമന്റ് ചെയ്താൽ മതി ഇതാണ് നമ്മളെ ഗിവ് അവേയുടെ വിന്നർ എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. മൊയ്തീൻ എന്നുള്ള ആളാണ് വിന്നർ. പറയും. സോ കൺഗ്രാറ്റ്സ് പറയും. ഇതാണ് കേട്ടോ ഇനി പിന്നത്തെ ആണ് ഇന്നിട്ട ഡ്രസ്സ്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളെ ഒരു തിരുവോണം ലോകം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ കഴിഞ്ഞു. ഇനി ഇവിടെ ഓരോരുത്തർ പോകാൻ നോക്കുകയാണ്. ഞാനും പോകാൻ നോക്കുകയാണ്. നമ്മളെ വിന്നറേയും പ്രഖ്യാപിച്ചു. പിന്നെ ഇനി നാളെയാണ് ഞങ്ങളെ ഇവരുടെ വീട്ടിൽ ഓണം. സോ ഞാൻ നാളത്തെ വീഡിയോ ആയിട്ട് വരാം. അത് ഇനി മറ്റന്നാളാണ് എൻ്റെ വീട്ടിൽ ഓണം. അതും പറ്റെങ്കിൽ ഞാൻ വ്ളോഗാക്കിയിടാം. എനിക്ക് ഉറപ്പൊന്നുമില്ല. ഷോർട്സ് ആയിട്ടായിരിക്കും മേ ബി വരിക. ഓക്കെ, സോ എല്ലാവരോടും ഒന്നുകൂടെ ഞാൻ എന്ത് ചെയ്യണം, ഓണാശംസകൾ വിഷ് ചെയ്യണം. മേ ബി ഈ വീഡിയോ നാളെ ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവട്ടെ. ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സോ ബൈ.